ലോകത്തിലെ ഏറ്റവും വില കൂടിയ 10 കാറുകൾ. അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ചിലവേറിയ ഏറ്റവും വില കൂടിയ കാറുകൾ ഏതൊക്കെ എന്നാണ്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പത്താമതായിട്ട് വരുന്നത് പഗാനി ഹുവൈറ കോഡുലങ്ക. ഇതുപോലുള്ള വെറും 5 കാറുകൾ മാത്രമാണ് ഇന്നേ വരെ പഗാനി നിർമ്മിച്ചിട്ടുള്ളത്. ഒരു സ്ട്രീറ്റ് ലൈൻ ലോങ് ടൈം ലിമിറ്റഡ് എഡിഷൻ കാറാണിത്. ഏകദേശം ഇതിന്റെ വില എന്ന് പറയുന്നത് $7.4 മില്യൺ അഥവാ 70 കോടി രൂപയോളമാണ്. ഒൻപതാമതായിട്ട് വരുന്നത് മെഴ്സിഡീസ് ബെൻസിന്റെ കാറായ മെഴ്സിഡീസ് മേബാക്ക് എക്സലേറോ. ആദ്യം തന്നെ ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം $8 മില്യൺ അഥവാ 76 കോടി രൂപയോളമാണ്. ലോകത്ത് ഇന്നേ വരെ ഒരൊറ്റ എക്സലേറോ കാർ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. വെറും 4.4 സെക്കൻഡ് സമയത്തിനുള്ളിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്പോർട്സ് കാറാണിത്. എട്ടാമതായിട്ട് വരുന്നത് ബുഗാട്ടി സെന്റോഡിസി. ഒരു അൾട്രാ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് റൺ ഹൈപ്പർ കാറാണിത്. വെറും 10 എണ്ണം മാത്രം നിർമ്മിച്ചിട്ടുള്ള ഈ കാറ് 1990കളിലെ ബുഗാട്ടി EB 110 എന്ന മോഡലിന്റെ പുതിയൊരു വെർഷൻ എന്ന രീതിയിലാണ് 2019 ബുഗാട്ടി പുറത്തിറക്കിയ ഒരു കാറാണിത്. ഏകദേശം $9.2 മില്യൺ അഥവാ 88 കോടി രൂപയോളമാണ് ഈ കാറിന്റെ വില എന്ന് പറയുന്നത്. ഏഴാമതായിട്ട് വരുന്നത് ബുഗാട്ടിയുടെ തന്നെ ബുഗാട്ടി ഷീറോൺ പ്രൊഫൈൽ. ബുഗാട്ടി ഈ ഒരു കാറിനെ വിളിക്കുന്നത് ഒരു 1 ഹൈപ്പർ കാർ എന്ന പേരിലാണ്. ഇതുവരെ ബുഗാട്ടി ലേലത്തിൽ വിറ്റഴിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയ കാറാണിത്. ഏകദേശം $10.7 മില്യൺ അഥവാ 102 കോടി രൂപയോളമാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ആറാമതായിട്ട് വരുന്നത് റോൾസ് റോയ്സ് പെട്ടയിൽ. പെട്ടെന്ന് കണ്ടാൽ ഇതൊരു കപ്പല് യാച്ച് പോലെ തോന്നും, എന്നാൽ സംഭവം ശരിയാണ്. 1920 കാലത്തെ, അതായത് പണ്ട് കാലങ്ങളിലെ കപ്പലിന്റെ ഒരു ക്ലാസിക് മോഡലിലാണ് റോൾസ് റോയ്സ് ഈ കാർ നിർമ്മിച്ചിട്ടുള്ളത്. അത് കൂടാതെ റോൾസ് റോയ്സ് കാറുകളിൽ തന്നെ അൾട്രാ ലക്ഷറി കോച്ച് ബിൽറ്റ് എന്ന് അവകാശപ്പെടുന്ന ഏക കാർ കൂടിയാണിത്. അവസാനമായി ഇതിന്റെ വില പറയുകയാണെങ്കിൽ $12.8 മില്യൺ അഥവാ 122 കോടി രൂപയോളമാണ്. അഞ്ചാമതായിട്ട് വരുന്നത് SP ഓട്ടോമാറ്റീവ് ചാവോസ്. ആദ്യം തന്നെ ഈ കാറിന്റെ വില പറയുകയാണെങ്കിൽ $14.5 മില്യൺ അഥവാ 138 കോടി രൂപയോളമാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ അൾട്രാ കാർ എന്ന് വിളിക്കുന്ന 1.9 സെക്കൻഡ് സമയം കൊണ്ട് 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഏക കാറാണിത്. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ വേഗത കൊണ്ടും ഇതിന്റെ വില കൊണ്ടും ചെറിയൊരു വിമാനം തന്നെ വാങ്ങാൻ സാധിക്കുമെന്ന് പറയാം. നാലാമതായിട്ട് വരുന്നത് പഗാനിയുടെ ഏറ്റവും വില കൂടിയ കാറായ പഗാനി സോണ്ട HP ബർവെറ്റ. പഗാനി കാറുകളിൽ അൾട്രാ എക്സ്ക്ലൂസീവ് റൂഫിലെസ് ഉള്ള ഒരേ ഒരു ഹൈപ്പർ കാറാണിത്. മണിക്കൂറിൽ 355 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ കാറിന്റെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം $17.5 മില്യൺ അഥവാ 167 കോടി രൂപയോളമാണ്. മൂന്നാമതായിട്ട് വരുന്നത് ബുഗാട്ടിയുടെ ഏറ്റവും വില കൂടിയ ബുഗാട്ടി ഇന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ കാറായ ബുഗാട്ടി ലാ വോയ്ച്ചർ നോയർ എന്ന കാറാണ്. ആദ്യം തന്നെ ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം $19 മില്യൺ അഥവാ 181 കോടി രൂപയാണ്. ഗ്ലോസ് ബ്ലാക്ക് നിറത്തിൽ പുറത്തിറക്കിയ കൈകൊണ്ട് നിർമ്മിച്ചാണ് ഇതിന്റെ പുറത്ത് കാണുന്ന കാർബൺ ഫൈബർ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. 1479 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ബുഗാട്ടിയുടെ ഏക കാറാണിത്. രണ്ടാമതായിട്ട് വരുന്നത് റോൾസ് റോയ്സ് ബോട്ടയിൽ. പേര് പോലെ തന്നെ ഇതൊരു പഴയകാല ബോട്ടിന്റെ ക്ലാസിക് ഡിസൈനിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച ഒരു ഗ്രാൻഡ് ടൂറർ കാർ കൂടിയാണിത്. ഇതിന്റെ പുറം ഭാഗത്ത് പൂമ്പാറ്റയെ പോലെ 2 ചിറകുകൾ കാണാം. ഇതിനുള്ളിൽ ഭക്ഷണം തണുപ്പിക്കാനായിട്ട് ചെറിയൊരു ഫ്രിഡ്ജും അതിനു മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കുട പോലുള്ള ഇൻസൺ പാരസോളും കാണാൻ സാധിക്കും. ഇന്നേ വരെ ലോകത്ത് ഇതുപോലുള്ള വെറും 3 എണ്ണം മാത്രമാണ് റോൾസ് റോയ്സ് നിർമ്മിച്ചിട്ടുള്ളത്. അവസാനമായി ഈ കാറിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം $28 മില്യൺ അഥവാ 268 കോടി രൂപയാണ്. ഒന്നാമതായിട്ട് ലോകത്തെ ഏറ്റവും വില കൂടിയ കാർ എന്ന് പറയുന്നത് റോൾസ് റോയ്സിന്റെ തന്നെ റോൾസ് റോയ്സ് ലാനോസ് നോയർ ഡ്രോപ്ടൈൻ എന്ന കാറാണ്. ആദ്യം തന്നെ ഈ കാറിന്റെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം അത് $30 മില്യൺ അഥവാ 287 കോടി രൂപയോളമാണ്. 1603 വരുന്ന സൈക്കമോർ മരക്കഷ്ണങ്ങൾ കൊണ്ട് അതും
കൈകൊണ്ട് നിർമ്മിച്ചാണ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം റോൾസ് റോയ്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നേ വരെ വെറും 4 മാത്രം നിർമ്മിച്ചിട്ടുള്ള 2 സീറ്റുകളുള്ള ഒരു റോഡ്സ്റ്റർ കാറ് കൂടിയാണിത്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിലവിൽ ഇന്റർനെറ്റിൽ ലഭ്യമായ ഡാറ്റകൾ വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.